മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യപൂർവമായ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോ. ബജറ്റ് ഫ്രണ്ട്ലിയായ ഡെയിലി വെയർ ആഭരണങ്ങൾക്കൊപ്പം മിതമായ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. സെപ്റ്റംബർ 7 മുതൽ 13 വരെ നിങ്ങളുടെ വടകര ഷോറൂമിൽ വരൂ. ഓരോ 50,000 രൂപയുടെ ഗോൾഡ് പർച്ചേസിനൊപ്പം 200 mg സ്വർണം സമ്മാനം. ഓരോ 50,000 രൂപയുടെ സ്റ്റഡഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുടെ പർച്ചേസിനൊപ്പം 400 mg സ്വർണം സമ്മാനം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ഈ സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങളും പങ്കാളിയാവൂ. നമുക്കറിയാം, കേരളത്തിലെ രണ്ടാം പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വന്നത് മുതൽ പോലീസിനോട് സ്വീകരിക്കുന്ന അല്ലെങ്കിൽ പോലീസ് ജനങ്ങളോട് സ്വീകരിക്കുന്ന ഒരു സമീപനമുണ്ട്. ആ സമീപനം തികച്ചും മാനുഷിക വിരുദ്ധമായിട്ടുള്ള, മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള നയമാണ് പോലീസ് കേരളത്തിൽ സ്വീകരിക്കുന്നത് എന്നുള്ളത് കേരളത്തിലെ ഭരണകക്ഷി MLA ആയിട്ടുള്ള PV അൻവർ സാക്ഷ്യപ്പെടുത്തുകയാണ്. PV അൻവർ മുന്നോട്ട് വെച്ചിട്ടുള്ള യൂത്ത് ലീഗോ MSFോ ഉയർത്തിക്കൊണ്ടുവന്ന മാത്രം വിഷയമല്ല. നേരത്തെ ഈ ഒരു പ്രശ്നം ഞങ്ങൾ ഉന്നയിച്ച സമയത്ത് ഞങ്ങളോട് വളരെ പുച്ഛഭാവത്തിൽ കണ്ടിരുന്ന ഇടത് സൈബർ ഗ്രൂപ്പുകൾ പോലും വളരെ കൃത്യമായിട്ട് ഇപ്പോൾ PV അൻവർ മുന്നോട്ട് ഉയർത്തിപ്പിടിച്ചു കൊണ്ടുവന്നിട്ടുള്ള ഈ രാഷ്ട്രീയ ആരോപണങ്ങളെ വളരെ സ്വാഗതം ചെയ്യുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ ചോദ്യം, ഗവൺമെൻറ് ഇതിലെന്ത് നടപടിയാണോ അൻവറിൻ്റെ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് എന്നറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ചില്ലറ ആരോപണമല്ല അൻവർ ഉന്നയിച്ചത്. കേരളത്തിലെ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വിശേഷാൽ പ്രധാനമായിട്ടുള്ള നമ്മുടെ തൃശ്ശൂർ പൂരം, നമുക്കറിയാം, കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴാണ് അത് കലക്കിയത്. തൃശ്ശൂർ പൂരം കലക്കാൻ നേതൃത്വം കൊടുത്ത IPS ഓഫീസർ, അന്നത്തെ തൃശ്ശൂർ സൂപ്രണ്ട്, അസിസ്റ്റന്റ് കമ്മീഷണറോ സൂപ്രണ്ടോ, രണ്ടിലൊരാൾ, അയാൾ ഈ അജിത് ദാസിൻ്റെ ആജ്ഞാനുവർത്തിയായിരുന്നു. അജിത് ദാസിൻ്റെ നിർദ്ദേശമനുസരിച്ചിട്ടാണ് കേരളത്തിലെ തൃശ്ശൂർ പൂരം കലക്കുകയും ചരിത്രത്തിലാദ്യമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്കൊരു സീറ്റ് തുറന്നു കൊടുക്കുന്നത് പിണറായി വിജയനെ അങ്കിളെന്ന് വിശേഷിപ്പിക്കുന്ന, പിണറായി വിജയനെ ഗോഡ് ഫാദർ എന്ന് കരുതുന്ന അജിത് ദാസിൻ്റെയും ADGP അജിത്തിൻ്റെയും അതുപോലെ തന്നെ സുജിത് ദാസ് IPS ഉൾപ്പെടെയുള്ള ഇവിടുത്തെ ഉന്നത പോലീസ് മാഫിയ ബന്ധത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് ഞങ്ങൾ മാത്രം ഉന്നയിച്ച വിഷയമല്ല. തൃശ്ശൂരിൽ മത്സരിച്ച സുനിൽ കുമാർ CPIയുടെ കാൻഡിഡേറ്റ് ആയിരുന്നു, ഇടതുപക്ഷ കാൻഡിഡേറ്റ് ആയിരുന്നു. സുനിൽ കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അന്നത്തെ പോലീസിൻ്റെ ഇടപെടൽ വളരെ കൃത്യമായിട്ട് അവിടെ പറഞ്ഞതാണ്. അങ്ങനെ ഓരോ വിഷയത്തിലും കേരളത്തിലെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ പരിശോധിച്ചാൽ ഇവിടെ പോലീസിൻ്റെ ഇടപെടൽ എന്ന് പറയുന്നത് മാഫിയ തലവന്മാർക്ക് വേണ്ടി, മാഫിയ ബന്ധങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പോലീസ് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നത് എന്ന് നമുക്കറിയാലോ. വടകര പോലീസ് സ്റ്റേഷൻ ഇതിൽ വിഭിന്നമാണ് എന്ന് ഞങ്ങൾ കരുതുന്നില്ല. കാരണം കാഫിർ എന്ന് പറയുന്ന അന്നത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ സമയത്തോ കാഫിർ എന്ന് പറയുന്ന സ്ക്രീൻഷോട്ട് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആദ്യം ആ കാഫിറിൽ ആരോപണ വിധേയനായ ഞങ്ങളുടെ സഹപ്രവർത്തകൻ കാസിം പരാതിയുമായി വന്നത് ഇവിടുത്തെ പോലീസ് മേധാവിയുടെ കാൽച്ചുവട്ടിലേക്കാണ്, പോലീസ് മേധാവിയുടെ അടുത്തേക്കാണ് വന്നത്. അന്ന് പോലീസ് ആദ്യത്തെ പരാതിയിന്മേൽ FIR ഇടാതെ ഇവിടുത്തെ ഭാസ്കരൻ എന്ന് പറയുന്ന CPMന്റെ നേതാവ് കൊണ്ടുകൊടുത്ത പരാതിയിൽ FIR ഇടുന്നു. അതുപോലെ തന്നെ കാസിമിനെ പ്രതിയാക്കി ചേർക്കുന്നു. ഇങ്ങനെ വളരെ കൃത്യമായിട്ടാണ് ഇവിടുത്തെ പോലീസ് വടകരയിൽ അടക്കം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ചോദിക്കട്ടെ, സാമാന്യ മര്യാദ ഇവിടെ പോലീസ് ഓഫീസർമാരുണ്ടല്ലോ, നിങ്ങൾ പഠിച്ചിട്ടുള്ള നിങ്ങളുടെ
മാനുവലിൽ, പോലീസ് മാനുവലിൽ, അല്ലെങ്കിൽ നിങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ക്രിമിനൽ ചട്ടങ്ങളിലൊക്കെയും ഒരു പരാതി കിട്ടിയാൽ അതിന്റെ പ്രാഥമിക നടപടിക്രമം എന്ന് പറയുന്നത് അതിൽ അന്വേഷിച്ചോ അതിൽ FIR ഇടുക എന്നുള്ളതാണ്. 3 ദിവസം നിങ്ങൾ ടേബിളിന്റെ മുകളിൽ പേപ്പർ വേസ്റ്റ് വെച്ചിട്ട് നിങ്ങൾ ഞങ്ങളെ പരാതി വെച്ചു. നിങ്ങൾ ആ പരാതിയിൽ ഒരു നടപടിയും സ്വീകരിച്ചില്ല. അവസാനം ഇന്നലെ കോടതി ചോദിച്ചു, ഇവിടുത്തെ SHO എന്തുകൊണ്ട് പരാതി എടുത്തില്ല എന്ന്. വടകരയിലെ SHO എന്തുകൊണ്ട് പരാതി എടുത്തില്ല എന്ന് കേരളത്തിലെ ഹൈക്കോടതി പോലീസിനോട് ചോദിക്കുന്ന തരത്തിലേക്ക് പോലീസിന്റെ കെടുകാര്യസ്ഥത ഇവിടെ വെളിവാക്കപ്പെടുകയാണ്. ഒരു സംസ്ഥാനത്ത് അക്രമം നടക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രയാസം ജനങ്ങൾക്കുണ്ടാകുമ്പോൾ അത് കൈകാര്യം ചെയ്യേണ്ട പോലീസ് മേധാവികൾ എല്ലാം കള്ളക്കെടുത്തുകാർക്കും മാഫിയക്കാർക്കും ഒത്താശ പാടുന്ന ഒരു സംവിധാനത്തിലേക്ക് പോയി എന്നതിൻ്റെ ഏറ്റവും തെളിവാണ് കഴിഞ്ഞ ദിവസം വന്ന എല്ലാ റിപ്പോർട്ടുകളും. ഇവിടെ നേരത്തെ സൂചിപ്പിക്കേണ്ടതല്ലോ, സംസ്ഥാനത്തെ ADGP RSSുമായിട്ടുള്ള കൂടിക്കാഴ്ചക്ക് 1 മണിക്കൂറോളം റെസ്റ്റ് ഹൗസിലേക്ക് പോവാണ്. റെസ്റ്റ് ഹൗസിലേക്ക് പോയതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഇവിടുത്തെ വലിയൊരു രാഷ്ട്രീയ പാർട്ടിയാണല്ലോ CPM എന്ന് പറയുന്നത്. ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഉന്നതാധികാര സമിതി ചേർന്നുകൊണ്ട് അവർ തീരുമാനിച്ചത് എന്താ, അവർ ചർച്ച ചെയ്തത് എന്താ? അവർ പറയുന്നത് ADGPക്ക് അങ്ങനെ പോകുന്നതിൽ പ്രയാസമില്ല എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രി പറയുന്ന പണി അതിൻ്റെ ഒരു കൊട്ടേഷൻ പ്രവൃത്തിയായിട്ടാണ് ADGP സംസ്ഥാനത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ തൃശ്ശൂർ പൂരത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. തൃശ്ശൂർ പൂരം കലക്കിയത് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു രാഷ്ട്രീയ ലക്ഷ്യം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. അവിടെ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് അവിടുത്തെ BJP സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയും ADGPയും ഉന്നതാധികാര സംവിധാനവും കൂടി ചേർന്ന് ആലോചിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ BJPയുടെ സ്ഥാനാർത്ഥി ജയിച്ചത്. ഒരു സംശയവുമില്ല അതിൽ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന റിപ്പോർട്ടുകളൊക്കെ നമ്മൾ പരിശോധിച്ചല്ലോ. ഏതെങ്കിലും ഒരു UDFൻ്റെ ആളാണോ, UDFൻ്റെ MLA ആണോ ഈ ആരോടും ഉന്നയിച്ചത്? അല്ല. ആരാ? PV അൻവർ. ഇപ്പം പറയുന്നു PV അൻവർ ഞങ്ങളെ പാർട്ടിക്കാരനല്ല. PV അൻവർ ഞങ്ങളെ പാർട്ടിക്കാരനല്ല, സ്വതന്ത്രമായിട്ട് മത്സരിച്ച ആളാണ്. അയാൾക്ക് എന്തും വിളിച്ചു പറയാം. അയാൾ പറയുന്നതൊന്നും മറുപടി പറയേണ്ട പരിപാടി ഈ പാർട്ടിക്കില്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ പാർട്ടിയും ഒരു കാര്യം മനസ്സിലാക്കണം, ജനങ്ങൾ വിഡ്ഢികളല്ല എന്നുള്ള കാര്യം. ഇവിടെ PV അൻവർ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാ? വളരെ വിശദമായിട്ട് അൻവർ പറഞ്ഞല്ലോ. എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും വിവരങ്ങൾ വെളിപ്പെടുത്തിയല്ലോ. ഈ വെളിപ്പെടുത്തുന്ന സമയത്ത് അത് അന്വേഷിക്കാൻ പോലും താല്പര്യം കാണിക്കാത്ത മുഖ്യമന്ത്രിയുടെ ഭരണ സംവിധാനവുമാണ് നമുക്ക് നാണമുണ്ടാക്കുന്നത്. നമുക്കറിയാം, കേരളം എന്ന് പറയുന്നത് എല്ലാ നിലക്കും ജനങ്ങൾക്ക് വേണ്ടി കൈകാര്യം ചെയ്യേണ്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ, കാഫിർ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇവിടുത്തെ SP കണ്ടു. ഞങ്ങൾ SP കണ്ടപ്പോൾ SP 1ാം ദിവസത്തെ ചർച്ചയിൽ SP പറഞ്ഞു, ഓക്കെ ഇതൊക്കെ നമുക്ക് പരിശോധിക്കാം. 2ാം ദിവസം SP പറഞ്ഞൊരു കാര്യമുണ്ട്. SP പറയുന്നത് ഇത് ഞങ്ങളുടെ കയ്യിൽ മാത്രം ഒതുങ്ങുന്ന കാര്യമല്ല, നിങ്ങൾക്ക് അറിയുന്നതല്ലേ സർക്കാർ എല്ലാ കാര്യങ്ങളും ഇടപെടുന്നു എന്നതാണ്. എന്തിനാണ് ഈ നക്ഷത്രവും വെച്ച് ഉളുപ്പില്ലാണ്ട് CPMന്റെ മറ്റേ പണിയെടുക്കാൻ നിൽക്കുന്ന പോലീസുകാരെ രാജിവെച്ച് പോയി വേറെ പണിക്ക് പോകാല്ലേ? ഇതിലും മാന്യമായിട്ട് പണി വേറെ ഉണ്ട്. നിങ്ങളെ ADGPക്ക് ഞാൻ പറയട്ടെ, ഇവിടെ കൃത്യമായിട്ട് കൊള്ളക്കടത്ത് നടത്തുന്നു, മാഫിയ സംഘങ്ങൾക്ക് കൈമാറുന്നു. ഇത് ഇപ്പം എന്താ പ്രശ്നം അറിയോ? ഇപ്പം മുഖ്യമന്ത്രിയും പോലീസും തമ്മിൽ എത്ര പൈസയാണ് ഇതിൽ ഭാവം വെക്കുന്നത്? 50% വേണോ 30% വേണോ എന്ന് ചർച്ച നടന്നുകൊണ്ടിരിക്കുക. മാഫിയ സംഘങ്ങൾക്ക് ഒക്കെ സ്വർണ്ണക്കടത്ത് എന്ന് പറയുന്ന സംവിധാനത്തിന് എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പലരും ADGP അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെ പിന്നാലെയാണ്. സ്വർണം പിടിച്ചാൽ അല്ലെങ്കിൽ സ്വർണ്ണക്കടത്തിന് വേണ്ടിയിട്ട് മറ്റൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംവിധാനമായിട്ട് ADGPയും സംവിധാനവും മാറിയിരിക്കുകയാണ്. SP-മാർ കുറേ ഉണ്ട്. SP-മാരുടെ പണി നമ്മൾ കണ്ട് ഒരു സ്ത്രീ ഇന്നലെ പത്രസമ്മേളനം വിളിച്ച് പറയാണ്, നാണമില്ലേ പോലീസെ? ഒരു സ്ത്രീ നിങ്ങളിതൊരു പരാതിയുമായി വന്നാൽ ആ സ്ത്രീയോട് എങ്ങനെ പെരുമാറണമെന്ന് പോലും അറിയാത്ത ഒരു വർഗം കെട്ട ടീമായി മാറിയല്ലോ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ. SP നേരെ കാഴ്ചവെക്കുക. എന്താ ഇത് കാഴ്ചവെക്കേണ്ട സാധനം? ഇത് ഒരു മാന്യതയില്ലേ? എന്നിട്ട് ഇവിടെ ഒരു സംവിധാനം മാറ്റാൻ വേണ്ടിയിട്ട്, സിനിമാ ലോകത്തിൻ്റെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം. ഇതൊക്കെ എന്ത് കൊണ്ടുവന്നാലും ഇതിൻ്റെ പിന്നിൽ നിന്ന് UDFോ പ്രതിപക്ഷ സംഘടനകളോ പുറത്തേക്ക് പോകാൻ സാധ്യതയില്ല.